മഹാനായ മൈസറത്തുൽ ഫജ്ർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അവിടുന്ന് എപ്പോഴാണ് നബിയായത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആദം നബി ആത്മാവിന്റെയും ശരീരത്തിന്റെയും ഇടയിലായിരിക്കെ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞാൻ നബിയാണ്. ശാരീരിക ലോകത്ത് വരുന്നതിന് മുമ്പ് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയാണെന്ന യാഥാർത്ഥ്യം ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് എന്റെ നൂറിനെയാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് പറഞ്ഞിട്ടുമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തുടർച്ചക്കാരായ ഉന്നതരായ ഔലിയാക്കളും ശാരീരിക ലോകത്ത് വരുന്നതിന് മുമ്പ് തന്നെ അഖ്താബീങ്ങളായി വന്നവരാണ്. ആ കാര്യം അവർ വ്യക്തമാക്കി പറഞ്ഞു തന്നതുമാണ്. ഹിജ്റ 283 വഫാത്തായ ഷെയ്ഖ് സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ പറയുന്നു, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് ആലമുൽ അർവാഹിൽ വെച്ച് അള്ളാഹു ചോദിച്ച ദിവസം മുതൽ തന്നെ എന്റെ മുരീദുമാരെ എനിക്ക് അറിയാം. അന്ന് എന്റെ വലതുഭാഗത്ത് നിന്നവരെയും ഇടതുഭാഗത്ത് നിന്നവരെയും എനിക്ക് വ്യക്തമായി അറിയാം. അന്നു മുതൽ ഞാൻ എന്റെ മുരീദുമാരെ തർബിയത്ത് ചെയ്യുന്നുണ്ട്. അവർ പിതാക്കളുടെ മുതുകുകളിൽ ആയിരുന്ന സമയം മുതൽ ഈ സമയം വരെ ഒരിക്കലും അവർ എന്നെ തൊട്ട് മറഞ്ഞിട്ടില്ല. ഖൗസുൽ ആളം ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളും ഈ കാര്യം വ്യക്തമാക്കുന്നത് കാണാം. ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് അള്ളാഹു ചോദിച്ച ആലമുൽ അർവാഹ് ആ ദിവസം തൊട്ട് തന്നെ ഞങ്ങൾക്ക് വിലായത്തുണ്ട്. അന്ത്യനാളിൽ വരുന്ന ഇമാം മഹ്ദിയാണ് നമ്മളിൽ അവസാനത്തെ ആൾ. ഇതുപോലെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഖുത്ബീങ്ങളും അഖ്താബുകളും ഔലിയാക്കളുമായി അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട്, അവരുടെ മഹത്വം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മഅരിഫത്തിനെ നമുക്ക് അറിയിച്ചു തരട്ടെ. മുഅ്മിനീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.